റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ 4.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പുരുഷായുസ് മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിനും പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രതിരോധത്തിനും മാത്രമായി വിനിയോഗിച്ച ഒരു മഹാപണ്ഡിതൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന സന്ദർഭത്തിലാണ് 1980 ആകസ്മികമായി സുന്നി മുസ്ലിം കേരളത്തെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് പെട്ടെന്ന് വന്ന ഒരു വാർത്ത മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന വിവരം കാസർഗോഡ് മാലിക് ദീനാർ പള്ളിയിൽ എൻ്റെ വന്യ ഗുരുനാഥനായ ഇക്യാസം മുസ്ലിയാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉസ്താദിന് വന്നൊരു ഫോണിലൂടെയാണ് ആ വിവരം, ഞെട്ടിപ്പിക്കുന്ന വിവരം, ഞാനും എൻ്റെ ചില കൂട്ടുകാരും അറിയുന്നത്. വാണിയമ്പലം ഉസ്താദ് വഫാത്തായി എന്ന വിവരം കോഴിക്കോട് നിന്ന് വന്നൊരു ഫോണിലൂടെ ആദ്യമായി ഉസ്താദിനോട് പറയുമ്പോൾ അല്പനേരം ഒന്നും ഉത്തരം പറയാൻ കഴിയാതെ അമ്പരന്ന് നിന്നുപോയ ഉസ്താദിനെ നമ്മൾ കണ്ടു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ എല്ലാ വേദികളിലും 45 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടു പോയതിന് ശേഷവും വഫാത്തിൻ്റെ സന്ദർഭം എന്ന കണക്കൊന്നുമില്ലാതെ എപ്പോഴും ചർച്ചയിൽ എടുത്തു വരപ്പെടാറുള്ള വ്യക്തിയാണ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ കൂടുതലൊന്നുമില്ലെങ്കിലും ഒരുപാട് തവണ യാത്രയിൽ ഒപ്പമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രഭാഷണത്തിന് കൊണ്ടുവരാൻ വേണ്ടി പലതവണ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട്. നിരവധി തവണ പലയിടങ്ങളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മറ്റാർക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ കൊണ്ട് വ്യത്യസ്തനാണ് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. മറ്റാർക്കും ഇല്ലാത്തെന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്ത എന്നല്ല, അപൂർവം. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ വിനയം. ഏത് ചെറിയ കുട്ടിയോടും യുവാക്കളോടും മുതിർന്നവരോടുമൊക്കെ ഒരേപോലെ സഹവർത്തിത്വവും ചങ്ങാത്തവും സ്നേഹവാത്സല്യവും എപ്പോഴും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള യാതൊരു തരത്തിലുള്ള പത്രാസും ഫഹ്റുമൊന്നും ജീവിതത്തിൽ കാണിക്കാത്ത, ജീവിത ലാളിത്യം കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് വാണിയമ്പലം ഉസ്താദ്. പ്രത്യേകം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യം തന്നെയാണ്. വസ്ത്രത്തിലോ വേഷവിധാനത്തിലോ മറ്റൊന്നും ഒരു പ്രത്യേക തരം അലങ്കാരങ്ങളൊന്നും കാണില്ല. ഞാൻ പലതവണ പ്രഭാഷണത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി എന്ന് പറഞ്ഞല്ലോ. എൻ്റെ എല്ലാ തവണയുമുള്ള അനുഭവം, നമ്മൾ കൊണ്ടുവരാൻ ചെന്നാൽ ആ സ്ഥലത്തേക്ക് ആവശ്യമായ റെക്കോർഡുകളൊക്കെ നമ്മളെ കയ്യിൽ എടുത്തു തന്ന്, നീ ഇതുകൊണ്ട് പോയിക്കോ, ഞാൻ അവിടെ എത്തിക്കോളാം, സ്വന്തം സംവിധാനത്തിലും സൗകര്യത്തിലും ഞാൻ അവിടെ എത്തിപ്പെടാമെന്ന പ്രതികരണമാണ് ഞാൻ പോയപ്പോഴൊക്കെ എനിക്കുണ്ടായിട്ടുള്ളത്. മറ്റു പലരിൽ നിന്നും അതേ അനുഭവം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കൂട്ടാൻ വന്നവരുടെ കൂടെ ഒരു നേതാവിൻ്റെ പ്രൗഢിയോടുകൂടി ആനയിച്ചു കൊണ്ടുപോവുക എന്ന അത്തരം സിസ്റ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത, തൻ്റെ സ്വന്തം സംവിധാനത്തിലും താല്പര്യത്തിലും അതേത് മാർഗേനയാണെങ്കിലും ശരി ഞാനവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരെ ആവശ്യമുള്ള റെക്കോർഡുകളുമായി മുന്നിൽ പറഞ്ഞയക്കുകയും പറഞ്ഞ സമയം ഒരിക്കലും തെറ്റാതെ
കൃത്യസമയത്ത് അവിടെ എത്തിപ്പെടുകയും ചെയ്യുന്ന രീതി. ഇത് ആ കാലത്ത് തന്നെ ആകർഷിച്ച ഒരു രീതിയായിരുന്നു. ജീവിതലാളിത്യം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെല്ലായിടത്തും അവർ അന്തസ്സ് കീപ്പ് ചെയ്യണം എന്ന നിർബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമായി അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ കുറവുകൾ പ്രകടിപ്പിക്കാൻ പാടില്ല. എല്ലാം തികഞ്ഞവരെ പോലെ എനിക്കൊന്നിനും ഒരു കുറവുമില്ല, ആവശ്യമുള്ളതൊക്കെ എനിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം പറയും. ഈ ജീവിതലാളിത്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ യഹ്സബൂമുൽ അഗ്നിയ അമിനത്ത് അഫുഫ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അറിയാത്ത ആളുകൾ ഇവർ വലിയ സമ്പന്നരാണെന്ന് മറ്റുള്ളവർ ധരിച്ചു പോകുന്ന വിധമുള്ള ആ മുഅ്മിനിൻ്റെ സ്വഭാവം അത് കാത്തു സൂക്ഷിക്കണം. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഏതൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാലും അവിടുത്തെ ഏറ്റവും മുന്തിയ ഭക്ഷണമേ ഓർഡർ ചെയ്യുള്ളൂ. അതിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾക്കൊന്നിനും കുറവില്ല, വേണ്ടതിനൊക്കെ നമ്മുടെ പോക്കറ്റിലുണ്ട് എന്ന പാഠം നമ്മളില്ലാത്തവരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റുള്ളവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. പണ്ഡിതന്മാരുടെ ഇസ്സത്ത് ആ നിലവാരത്തിൽ എല്ലായിടങ്ങളിലും കാത്തു സൂക്ഷിക്കണം. ട്രെയിനിന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എടുത്ത് പോകണം, അല്ലെങ്കിൽ AC ചെയർക്കാരെങ്കിലും എടുക്കണം. ഇത് ഇല്ലെങ്കിലും നമ്മൾ ട്രെയിൻ യാത്രക്കാരുടെ ഏറ്റവും ലോ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് നിലവാരം കുറഞ്ഞവരായി മനസ്സിലാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ഇടങ്ങളിൽ അന്തസ്സ് കീപ്പ് ചെയ്യണമെന്ന കാര്യത്തിൽ നിർബന്ധമുള്ളവരും അതോടൊപ്പം ജീവിതാലങ്കാരങ്ങളോ പ്രൗഢിയോ അന്തസ്സോ അതിലൊന്നും തീരെ ശ്രദ്ധയും ഇല്ലാത്ത ജീവിതലാളിത്യത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് വാണിയമ്പലം ഉസ്താദ്. നീണ്ടു മെലിഞ്ഞ ആ വ്യക്തിത്വം, അദ്ദേഹം നൽകിയ പ്രഭാഷണങ്ങൾ സുന്നത്തി ജമാഅത്തിന് കുറഞ്ഞ അളവിലൊന്നുമല്ല ജീവനും നിലനിൽപ്പും നൽകിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഏത് ടഫായ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ വായിലൂടെ കേട്ടാൽ എല്ലാ സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിലുള്ള ഉദാഹരണങ്ങളാണ്. അതേത് വിഷയമായിക്കൊള്ളട്ടെ, എത്ര കഠിനമായ വിഷയമായിക്കൊള്ളട്ടെ, വാണിയമ്പലം ഉസ്താദിൻ്റെ വിശദീകരണം അങ്ങോട്ട് കേട്ടാൽ അത് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. അതിന് പറ്റിയ നാടൻ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മാത്രം കേൾക്കാറുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ സാധാരണക്കാർക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മനസ്സിലാകുമെന്നതിൻ്റെ വ്യക്തമായ തെളിവ്, ഞാൻ പരിചയമുള്ളൊരു തെളിവ് ഞാൻ പറയാം. ഈ വാണിയമ്പലത്തിൻ്റെ അടുത്തൊരു പ്രദേശമാണ് കൂരാട്. ഈ ബംഗാളത്ത് കുഞ്ഞാമദാജി എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കർഷകനാണ്, ഒരു സാധാരണക്കാരനായ ഒരു ഹാജിയാണ്, ഒരു നാടനാണ്. പക്ഷെ നല്ല സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസിയാണ്. അദ്ദേഹം ഈ വാണിയമ്പലം ഉസ്താദിൻ്റെ ഒരു സഹചാരിയായിരുന്നു. ധാരാളം സ്ഥലങ്ങളിലേക്ക് വഅദിന് പോകുമ്പോൾ ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് തൻ്റെ വേഗം പിടിച്ചിട്ട് കൂടെ പോയി, താല്പര്യത്തിൻ്റെ പേരിൽ. വാണിയമ്പലം ഉസ്താദിന് ഖിദ്മത്തിനൊരാളെ വേണം എന്ന നിലക്കല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണികൾ കേട്ട് ആസ്വദിക്കാനും ആനന്ദിക്കാനുമുള്ള താല്പര്യത്തിൻ്റെ പേരിൽ ധാരാളം സ്ഥലങ്ങളിൽ കൂടെ പോയി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് പഠിച്ച ഒരാളാണ് ഈ ബംഗാളത്ത് കുഞ്ഞാമദാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖുത്ബ പരിഭാഷ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹറാമാണെന്ന് സമർത്ഥിക്കാൻ എനിക്കൊരു പണ്ഡിതൻ്റെ ആവശ്യമില്ല. അത് ഞാൻ വാണിയമ്പലം ഉസ്താദിൽ നിന്ന് ഷാഫി മദ്ഹബിൻ്റെ ഓരോ ഫിഖ്ഹിൻ്റെ കിതാബിലും പറഞ്ഞ ആശയങ്ങൾ ഞാൻ ഉറപ്പിച്ച് പഠിച്ചിട്ടുണ്ട്. തുഹ്ഫയിൽ എന്താ പറഞ്ഞത്, അതിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശവും സാരാംശവും എന്താണ്, അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എന്താ പറഞ്ഞത്, മഹല്ലിയിൽ എന്താ പറഞ്ഞത്, ബുജൈരിമിയിൽ എന്താ പറഞ്ഞത്,
ബഹിജയിൽ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും ഖുതുബ പരിഭാഷ ഫറളല്ലാത്ത ഭാഗം അറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്നത് ഷാഫി മദ്ഹബിൽ കുഴപ്പമില്ല എന്ന വാദത്തിൻ്റെ എതിർവാദങ്ങളും അത് ഹറാമാണെന്ന വാദത്തിൻ്റെ സ്ഥിരീകരണത്തിനും വാണിയമ്പലം ഉസ്താദിൻ്റെ നിരവധി മേഖലകളിൽ ഞാൻ കേട്ട പ്രഭാഷണം കൊണ്ട് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അനുഭവ കഥയും കൂടി അദ്ദേഹത്തിനുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലവും ഇടങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല, ബോധപൂർവം പറയാതിരിക്കുകയാണ്. ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ അവിടെ ദർസ് നടക്കുന്നത് കണ്ടു. 10ലധികം മുത്താലിമ്യങ്ങൾ ഇരുന്ന് നടക്കുന്ന ആ ദർസ് ഫിഖിൻ്റെ കിതാബാണ്, മഹല്ലിയാണ്. അദ്ദേഹം നിസ്കാരത്തിനിടയിൽ അത് ശ്രദ്ധിച്ചു. നോക്കുമ്പോൾ ജുമുഅയുടെ ബാബിലാണ്. താല്പര്യപൂർവ്വം അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് ആ ദർസിൽ പോയി കുട്ടികളെ കൂടെ ഇരുന്നു. കണ്ടാൽ തന്നെ അറിയാം അയാൾ ഒരു ഹാഫ് കൈ ഷർട്ട് ഇട്ടിട്ട് ഒരു പഴയ കാലത്തെ ചെട്ടിയ മുണ്ട് എന്ന് പറയും, ആ മുണ്ട് തലയിലും കെട്ടിയിട്ടുള്ളൊരു കാക്കയാണ്. ഉസ്താദെ ഞാനിവിടെ ഇരിക്കട്ടെ, ഇരുന്നോളൂ എന്ന്. അപ്പോൾ മിൻഹാജിൻ്റെ മത്നിൽ യുസ്തർത്തു കൗനുഹ കുല്ലുഹ അറബിയത്തൻ ദൂനമാ അദാഹ അയ്യൽ അർക്കാനി ദൂനമാ അദാഹ എന്ന ആ ഭാഗത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദ് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഖുതുബ പരിഭാഷ ചെയ്യുന്നത് ഖിലാഫുൽ ഔലയാണ്. സമസ്തക്കാർ പറയുന്നത് പോലെ അത് ഹറാമൊന്നുമില്ല എന്ന് ഈ മുത്താലിമീങ്ങൾക്ക് അവിടെ തൻ്റേതായ വിശദീകരണം കൊടുത്തുകൊണ്ട് സമർത്ഥിക്കുകയാണ്. ഇത് കേട്ടിട്ടാണ് ഈ ആജീരി ഇരിക്കുന്നത്. ഉസ്താദ് വലിയ ഉസ്താദാണ്, ബാക്കവിയാണ്, നല്ല വലിയ പള്ളിയും പ്രശസ്തിയുമൊക്കെ ഉള്ള ദർശമാണ്. പക്ഷേ ഈ ഉസ്താദ് ആ ആശയക്കാരനാണ്. അപ്പോൾ കുഞ്ഞഹമ്മദ് ഹാജി എനിക്ക് സംശയം ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു. ചോദിച്ചോളൂ. അപ്പോൾ അദ്ദേഹം വാണിയമ്പലം ഉസ്താദിൽ നിന്നും മനസ്സിലാക്കി വെച്ച ആശയങ്ങൾ, അറബി മൂല്യങ്ങൾ അയാൾക്കറിയില്ല. ഇന്ന കിതാബിൽ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയല്ലേ, അതനുസരിച്ച് നിങ്ങളെ വാദം എങ്ങനെ ശരിയാവുക? ബഹിജയിൽ ഇന്നതല്ലേ പറഞ്ഞത്, മറ്റേ കിതാബിൽ ഇന്നതല്ലേ പറഞ്ഞത്. ആശയങ്ങൾ കൊണ്ട് അറബി മൂല്യമില്ലാതെ അദ്ദേഹം വിമർശിച്ചു. ഉസ്താദ് തൻ്റേതായ ന്യായങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞിരുന്ന് ഈ ആജിയുടെ മുമ്പിൽ ഈ ഉസ്താദിന് ജയിക്കാൻ കഴിയുന്നില്ല. വിചാരിച്ചാലും അധികം ക്ലാസ് നീണ്ടുപോയി. അസറിന് ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിയുടെ സമയത്തുണ്ടായ ആ അനിവാര്യമായ മൗനത്തിന് ശേഷം കുഞ്ഞഹമ്മദ് ഹാജി ചോദിക്കുകയാണ്, ഉസ്താദ് ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഞാൻ ചോദിക്കട്ടെ. ഞാൻ വാണിയമ്പലത്തിൽ നിന്ന് പഠിച്ചതാണ്, വയത് കേൾക്കാൻ പോയി പഠിച്ചതാണ്. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വാദിക്കുന്നത് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നല്ലതിൻ്റെ മാറ്റം എന്നല്ലേ? നല്ലതിൻ്റെ മാറ്റം വെടക്കല്ലേ? പഴയ കാലത്തെ ഭാഷയാണ്. വെടക്ക് പറഞ്ഞാൽ മോശം എന്നർത്ഥം. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയാൻ പഴമൊഴിയില്ലേ, അത് അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നല്ലതിൻ്റെ മാറ്റം എന്നല്ലേ? അതിനർത്ഥം നല്ലതിൻ്റെ മാറ്റം വെടക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദിൻ്റെ മറുപടി, അതിനി ഭാഷാപരമായി അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. ആ മറുപടിയിലേക്ക് ഉസ്താദ് കിടക്കുകയാണ്. ഭാഷാപരമായ മറുപടി എന്താ? അൽ ഔല എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ലതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു നല്ലത് വേറെ ഉണ്ടാവും. നല്ലതിലെ ഏറ്റവും നല്ലത്, അതിനാണ് ഔല അൽ ഔല എന്ന് പറയാം. അപ്പോൾ നല്ലതിൻ്റെ മാറ്റം വടക്കല്ലേ എന്ന് ചോദിച്ച ആജിയോട്, അങ്ങനല്ല ആചാര്യ, ഏറ്റവും നല്ലതിൻ്റെ മാറ്റത്തിൽ ഒരു നല്ലതുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ആജിയോട് ഉസ്താദ് പറഞ്ഞു, നല്ലതിൻ്റെ മാറ്റം എന്നല്ല അതിനർത്ഥം, ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതിൻ്റെ മാറ്റം എന്നാണ്. എന്നാൽ പറ്റ വിളക്ക് എന്നല്ലേ മൂല്യരെ വരുള്ളൂ. ഈ പറ്റ വിളക്കായത് സമർത്ഥിക്കാനാണോ നിങ്ങൾ ഈ സമുദായത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മുത്താലിമ്യങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതിലേറെ വിളക്കല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഉസ്താദിന് പിന്നെ ഈ ഹാജിയോടൊന്നും പറയാണ്ടായില്ല. ഉത്തരം മുട്ടി. പറഞ്ഞു വന്നത്, ഈ ഒരു ചങ്കൂറ്റവും ഇത്തരം ഒരു കഴിവും ദർസ് നടത്തുന്ന ഒരു മുദരിസിനോട് ഭാഷാപരമായി ഒന്നും അറിയാത്ത ഇദ്ദേഹത്തിന് കഴിവും ധൈര്യവും ഉണ്ടായത് മഹാനായ വാണിയമ്പലം ഉസ്താദിൻ്റെ സാവർത്തിത്വമാണ്.
അപ്പോൾ കുഞ്ഞാമദാജി മാത്രമല്ല, ഇതുപോലെ വാണിയമ്പലം ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ധാരാളം ആളുകൾ ഈ ഗണത്തിലുള്ളവരുണ്ട്. അദ്ദേഹം ഏതൊരു സംഗതി പറയുമ്പോഴും അത് സാധാരണക്കാരന് മനസ്സിലാകത്തക്ക വിധത്തിൽ നാടൻ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സരളമായ സരസമായ ശൈലിയിൽ വിഷയം അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ എതിരാളികളായ മറുപക്ഷത്തുള്ള പ്രതിയോഗികൾക്ക് പോലും അദ്ദേഹത്തോട് വെറുപ്പ് വരില്ല. കാരണം അത്തരം ഒരു വാക്കുകൊണ്ട് പോലും ഒരു പരാമർശം മറുഭാഗത്തെ തരം താഴ്ത്തിയോ കുറ്റപ്പെടുത്തിയോ അദ്ദേഹം പറയാറില്ല. അങ്ങനെയുള്ള പണ്ഡിതൻ, ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഗുണവിശേഷണമാണ്. ഈ ആർക്കായാലും തൻ്റെ വിശ്വാസത്തിനെതിരിൽ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ മറുഭാഗത്തുനിന്ന് ആരോപണങ്ങളായി കേൾക്കുമ്പോഴെങ്കിലും ദേഷ്യം വരാറുണ്ട്. വാണിയമ്പലത്തിന് ദേഷ്യം വരാറില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. എത്ര ഗൗരവത്തിലുള്ള വിഷയവും പുഞ്ചിരിച്ച് വിമർശിക്കും, നയപരമായി വിമർശിക്കും, ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ ലളിതമായ ഭാഷയിൽ പറയും. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ കുഞ്ഞാമദാജി എന്ന് പറയുന്ന കൂരാട്ടുകാരൻ. അതുപോലെ വേറെയും ആളുകൾ വാണിയമ്പലം ഉസ്താദിനെ പോലുള്ള സാമർത്ഥ്യത്തിൻ്റെ പേരിൽ സുന്നത്തി ജമാഅത്തിൻ്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു പ്രദേശം മൊത്തം ആരാധ്യനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. വാണിയമ്പലം പ്രദേശത്തുകാർക്ക് ആരാധ്യനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തും വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തുമൊക്കെ ദീർഘകാലം നിന്നുകൊണ്ട് ആ ദീനി ഖിദ്മത്തിന് നേതൃത്വം വഹിച്ച മഹാനവർകൾ ഒരു വലിയ നഷ്ടമാണ് 45 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി കേരളത്തിനെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ആ വേർപാട്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെ പോലത്തെ മറ്റൊരാളെ നമുക്ക് പരിചയപ്പെടുത്താൻ പിന്നീട് ജീവിച്ചവരിൽ ഇല്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ തമിഴ്നാട്ടിലെ വെല്ലൂരിലായിരുന്നു. എന്തുകൊണ്ട് വെല്ലൂരിലായി? സ്വദേശം അരീക്കോട് പത്തനാപുരത്താണ്, പൂവത്തിക്കര് ആണ് അദ്ദേഹത്തിൻ്റെ നാട്. തമിഴ്നാട്ടിലേക്ക് കുടുംബം പറിച്ചെറിയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ 2 തരത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഏതാണ് അതിൻ്റെ സൂക്ഷ്മ വിവരം ഞാൻ അറിയില്ല. ഞാൻ കേട്ട 2 വിവരം, ഒന്ന് എന്തോ ജോലിയോ ബിസിനസ്സോ ആവശ്യാർത്ഥം തൻ്റെ കുടുംബം പിതാവ് അങ്ങോട്ട് പോയതാണെന്നും, മറ്റൊന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരാൽ അങ്ങോട്ട് കടത്തപ്പെട്ടതാണെന്നും. ഏതാണ് അതിൽ സ്ഥിരീകരിക്കപ്പെട്ടത് എന്നെനിക്കറിഞ്ഞൂടാ. എങ്കിലും അവിടെ നിന്ന് തിരിച്ച് ജന്മനാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഓതിപ്പഠിക്കുകയും മഹാനായ KK സദഖത്തുള്ള ഉസ്താദിൻ്റെ ദർസിലാണ് അദ്ദേഹം കൂടുതലായി പഠിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. അവിടുന്ന് പഠിച്ച് പിന്നെ നേരത്തെ അദ്ദേഹം വലിയ പ്രഭാഷകനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പ്രഭാഷകനാവാൻ തന്നെ കാരണം അരീക്കോട് ഭാഗത്ത് തൻ്റെ സ്വന്തം നാട്ടിൽ ബിദ്അത്തുകാരുടെ കടന്നുകയറ്റവും അമിതമായ ആരോപണങ്ങളും കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ സ്വന്തമായി അവരെ പ്രതിരോധിക്കാൻ അദ്ദേഹം രംഗത്തിറങ്ങി പ്രഭാഷകനായതാണ്. അപ്പം അദ്ദേഹം അരങ്ങത്തേക്ക് വരുന്നത് തന്നെ ബിദ്അത്തുകാരനോട് അള്ളാഹുവിൻ്റെ ദീനിൽ പറയാനുള്ള നേർക്കുനേർ മറുപടി പറയാൻ എനിക്ക് ബാധ്യതയുണ്ടെന്ന തിരിച്ചറിവിലൂടെ കടന്നു വന്ന അദ്ദേഹം സുന്നത്തി ജമാഅത്തിൻ്റെ ചരിത്രത്തിൽ നടന്നുപോയ ശ്രദ്ധേയമായ എല്ലാ വാദപ്രതിവാദ സ്റ്റേജുകളിലും മുഖ്യ പങ്കാളിയായി സുന്നത്തി ജമാഅത്തിൻ്റെ പക്ഷത്തുണ്ടായിട്ടുണ്ട്. ആ മഹാനായ വാണിയമ്പലം ഉസ്താദിനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗ സമയവും സന്ദർഭവും വരുമ്പോൾ നമുക്ക് ഒരുപാട് വട്ടം ഓർമ്മിക്കാതിരിക്കാൻ സുന്നി കേരളത്തിനൊരിക്കലും സാധിക്കില്ല. എല്ലാ ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രതിരോധത്തിനു വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി തൻ്റെ ആയുഷ്കാലം മുഴുവനും വിനിയോഗിച്ചിട്ടുള്ള മഹാനവർകൾ, അവരോട് സുന്നി കേരളം എക്കാലത്തും കടപ്പെട്ടവരാണ്. അദ്ദേഹത്തെ കണ്ടവർ മാത്രമല്ല, കൂടെ ജീവിച്ചവർ മാത്രമല്ല, ഇന്ന് ആസ്വദിക്കുന്ന സുന്നത്തി ജമാഅത്തിൻ്റെ സംവിധാനങ്ങളിലെ ഒക്കെ നല്ലൊരു പങ്ക് അദ്ദേഹവും കൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിന്ന് പണിയെടുത്തതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന ബോധത്തിലല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ വാണിയമ്പലം ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ, ഗണന പ്രസംഗത്തിലും സംവാദങ്ങളിലുമൊക്കെ സജീവമായിരുന്നു. ആ സംവാദങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം
താൻ പറയുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് കൂടി ബോധ്യപ്പെടണം എന്ന പരിഗണനയോടുകൂടെയാണ് ഉസ്താദ് പറയാം. ഞാനൊരു അനുഭവം പറയാം. ഉന്നതരായ മറ്റു വലിയ പണ്ഡിതന്മാരൊന്നും കൂടെയില്ലാതെ വാണിയമ്പലം ഉസ്താദ് സ്വന്തം കൈകാര്യം ചെയ്തൊരു വാദപ്രതിപാദനമാണ് കാളികാവിൽ അദ്ദേഹം ചേകനൂരുമായി നടത്തിയ സംവാദം. ഈ സംവാദത്തിൽ ചേകനൂരിൻ്റെ പല വാദമുഖങ്ങളിൽ അന്ന് കാര്യമായി അവിടെ പിടികൂടപ്പെട്ടത് ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല രണ്ട് സാക്ഷികളില്ലാതെ എന്ന അദ്ദേഹത്തിൻ്റെ വാദമാണ്. ഒരേ ഹദീസ് രണ്ട് സനദിലെങ്കിലും വരണം. രണ്ട് പരമ്പരയിലൂടെ വന്ന ഹദീസ് മാത്രമേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇസ്ലാമിലെ എല്ലാ സംഗതികളും സ്ഥിരപ്പെടണമെങ്കിൽ കുറഞ്ഞത് രണ്ട് സാക്ഷി വേണം. അതുകൊണ്ട് ഹദീസ് സ്ഥിരപ്പെടാനും രണ്ട് സനദ് വേണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ, ലോകത്തിന്നേ വരെ ഒരു ഹദീസ് പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്ത ഒരു വാദവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. കാരണം അദ്ദേഹം ഉദ്ദേശിച്ച കുറേ ആശയങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റാരും വെക്കാത്ത തൻ്റെ മനസ്സിൽ നിന്ന് മെനഞ്ഞെടുത്ത ആ ഒരു കണ്ടീഷൻ അംഗീകരിച്ചാലേ പറ്റൂ. വാണിയമ്പലം ഉസ്താദ് അതിനെ മാന്യമായി നല്ല ഭാഷയിൽ തന്നെ എതിർത്തു. ഇസ്ലാമിൽ അങ്ങനെ എല്ലാ കാര്യത്തിനും രണ്ട് സാക്ഷി വേണമെന്നില്ല. സാക്ഷികൾ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. നീതിമാനായ ഒരു മനുഷ്യൻ്റെ വാക്ക് വിശ്വസിച്ചവന് സാക്ഷിയൊന്നും ആവശ്യമില്ല, അവന് അമൽ ചെയ്യാവുന്നതാണ്. ഖബർ വാഹിദ് കൊണ്ട് അമൽ ചെയ്യാവുന്നതാണ്, അത് ഹുജ്ജത്താണ്. പിന്നെ സാക്ഷി ആവശ്യമുള്ള വിഷയം തന്നെ റമദാൻ മാസം ഉറപ്പിക്കാൻ ഒരു സാക്ഷി മതിയല്ലോ. മാസം കണ്ടിരിക്കുന്നു എന്ന കാര്യം ഉറപ്പിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് റമദാൻ മാസം സ്ഥിരീകരിക്കപ്പെടും. പിന്നെന്തടിസ്ഥാനത്തിലാണ് എന്നതുമ്മൽ തർക്കിച്ച് ദീർഘനേരം പല വാദമുഖങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം ചോദിച്ചു, വാണിയമ്പലം ഉസ്താദ് ചോദിച്ചു, മൗലവി നിങ്ങളുടെ പേര് എല്ലാവർക്കും അറിയാം, നിങ്ങളെ ഉപ്പാൻ്റെ പേരെന്താ? ആ ഉപ്പാൻ്റെ പേര് ഇന്നതല്ലേ? അയാൾ തന്നെയാണ് നിങ്ങളുടെ ഉപ്പ എന്നതിന് എത്ര സാക്ഷിയുണ്ട്? വാണിയമ്പലത്തിൻ്റെ ഈ ചോദ്യം എല്ലാവർക്കും വ്യക്തമാകും. അപ്പോൾ ചേകനൂരിൻ്റെ മറുപടി എന്താണ്? പൊന്നു മുസ്ലിയാരെ, നൂറുകണക്കിന് ആളുകൾ കല്യാണപ്പന്തലിരിക്കുമ്പോൾ ആ നൂറുകണക്കിന് ജനങ്ങളെ മുമ്പിൽ മഹലിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് എൻ്റെ ഉമ്മാൻ എൻ്റെ വാപ്പാക്ക് നിക്കാഹ് കഴിച്ചു കൊടുത്തതുകൊണ്ട് ഉമ്മാൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയ ആളാണ് എൻ്റെ വാപ്പ എന്നാണ് മറുപടി. ഇത് സത്യത്തിൽ കല്യാണം നടന്നതിനല്ലേ സാക്ഷിയാവുള്ളൂ? അയാൾക്ക് തന്നെയാണ് നിങ്ങൾ ജനിച്ചത് എന്നതിന് വല്ല തെളിവുണ്ടോ? വേറെ രണ്ട് സാക്ഷി തെളിയിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ നിന്ന് വിയർക്കുന്ന ചേകനൂരിനെ ആ സദസ്സ് പിന്നെ കൂക്കിപ്പിരിയുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ലളിതമായ ഉദാഹരണങ്ങൾ സംവാദങ്ങളിൽ പോലും, ഇപ്പോൾ ഈ സംവാദങ്ങളിലൊക്കെ ചിലപ്പോൾ ഭാഷാഗ്രാമറുകളും സാങ്കേതിക പ്രയോഗങ്ങളും ഒക്കെ പരിഗണിച്ചിട്ടേ മറുപടി പറയാൻ പറ്റൂ. എന്നാൽ അത്തരം രംഗങ്ങൾ ആവശ്യം വന്നാൽ പോലും അതിൻ്റെ ആ ഗൗരവം പരമാവധി ലഘൂകരിച്ച് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള സാമർഥ്യം, അക്കാര്യത്തിൽ വലിയ അസാമാന്യമായ കഴിവ് കൂടി പുലർത്തിയ ആളാണ് വന്യരായ ഉസ്താദ് അവർകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധന്യമായ ജീവിതത്തിലെ നന്മകളൊക്കെ കണക്ക് നോക്കാത്ത പ്രതിഫലം കൊണ്ട് അനുഗ്രഹിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് വന്നുപോയ എന്തെങ്കിലും ഒരു സ്വാഭാവികതയുടെ പേരിൽ മാസൂമുകളല്ലാത്ത മനുഷ്യരല്ലേ, എന്തെങ്കിലും സല്ലാത്തുകൾ അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം പ്രവർത്തിച്ച പാതയ്ക്ക് വേണ്ടി ഇനിയുള്ള കാലങ്ങളിൽ നമുക്കൊക്കെ ഉള്ള അവസരം കൂടുതൽ അതിനു വേണ്ടി പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടി പൊരുത്തം നേടി സായുജ്യമടയാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് ട്രെയിൻ മാർഗം മഖ്ബറയിൽ എത്താനുള്ള വഴിയിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വാണിയമ്പലം ടൗണിൽ
അമരമ്പലം റോഡിലുള്ള പഴയ ജുമുഅ മസ്ജിദ് അന്വേഷിച്ച് കയറുന്ന വഴിയിൽ തന്നെയാണ് മഹാനവറുകളുടെ മഖ്ബറ ഉള്ളത്. റോഡ് വഴി ബസ് മാർഗം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് കോഴിക്കോട് മഞ്ചേരി, വണ്ടൂർ, വാണിയമ്പലം, മഞ്ചേരിയിൽ നിന്ന് വാണിയമ്പലത്തേക്ക് 23 കിലോമീറ്ററാണ് ഉള്ളത്. വാണിയമ്പലം ടൗണിൽ എത്തി പഴയ ജുമാ മസ്ജിദ് അന്വേഷിച്ചാൽ അവിടെ വന്ന് സിയാറത്ത് ചെയ്യാം. കോഴിക്കോട് നിന്ന് അരീക്കോട്, എടവണ്ണ വഴിയും വണ്ടൂർ, വാണിയമ്പലത്ത് എത്തിച്ചേരാം. ഗൂഡല്ലൂർ, വഴിക്കടവ് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് വഴിക്കടവ്, എടക്കര, നിലമ്പൂർ, വണ്ടൂർ, വാണിയമ്പലം വഴിയും മഹാനവറുകളുടെ മഖ്ബറ സിയാറത്തിന് വാണിയമ്പലം പഴയ ജുമുഅ മസ്ജിദിൽ എത്തിച്ചേരാവുന്നതാണ്. അതുപോലെ പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, വണ്ടൂർ വഴിയും വാണിയമ്പലത്ത് എത്തിച്ചേരാം.